ഗ്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. മൂന്നാറിലേക്കൊക്കെ പോകുന്ന വഴിക്ക് മാങ്കുളം കല്ലാറ്. അതെ. അപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു കോട്ടേജിന്റെ മുമ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കോട്ടേജ് കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ സാധാരണ ഒരു ഫാമിലിക്ക്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു 2 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള. വെക്കേഷനൊക്കെ അല്ലേ, അപ്പൊ കുട്ടികളുമായിട്ട് ഒന്ന് മൂന്നാർ മറയൂരൊക്കെ ഒന്ന് പോവാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ വന്നത്. അപ്പൊ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പൊ മാങ്കുളത്ത് ഇറങ്ങിയിട്ട് മാങ്കുളത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? മാങ്കുളത്ത് ഒരു 4 കിലോമീറ്റർ. ഓട്ടോയ്ക്ക് ഒരു 100 രൂപ ഓട്ടോ ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങള് തൊടുപുഴയിൽ ഡയറക്റ്റ് ബസ് കിട്ടി മാങ്കുളം വരെ. അതെ അതെ. അങ്ങനെ ഞങ്ങള് ഇവിടെ ഇപ്പൊ എത്തിച്ചേർന്നു. ഇപ്പൊ സമയം 1:30 മണിയായിട്ടോ. അപ്പൊ ഈ ഒരു കോട്ടേജിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയേ പറയാം. അപ്പൊ ഇവിടെയുള്ള കാഴ്ചകള് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇതാണ് നമ്മുടെ കോട്ടേജിലേക്ക് വരണ വഴി. കോട്ടേജ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് കേട്ടോ. കുറച്ച് കോട്ടേജുകൾ അല്ലെ, ഇവിടം തുടങ്ങിയിട്ട് 1, 2, 3, 4, 4ാമത്തെയാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഇവിടെയും ഒരു 2 എണ്ണം. അപ്പുറം സ്വിമ്മിംഗ് പൂള്. പ്രധാനമായിട്ടും അതാണ്, കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഒരു പൂൾ വില്ല വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയതാണ്. പക്ഷെ ഇവിടെയൊക്കെ 2 നിലയാണ്, അതിന്റെ മുകളിലേക്കും ഉണ്ട് കേട്ടോ. ഈ ചാമ്പങ്ങ ഉറക്കാൻ പോയി ഞാനും വരും. ചാമ്പങ്ങ ഉറക്കാൻ മാമ്പഴം, ഭഗവാനെ, നാട്ടുമാമ്പഴം. എന്താ ഉദ്ദേശം? ഇവിടെ എന്ത് തന്ന ആർക്കും വേണ്ട തോന്നുന്നതേ. എത്രയാ ചാമ്പക്ക. നീ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത് 2 എണ്ണം. അവിടെ അത്രേ ഉണ്ടായുള്ളൂ. ഇവിടെ എത്ര കിടക്കുന്നത്? ഇതുപോലെ ഇത് കണ്ടോ, മാമ്പഴം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കേടാണ്. അവിടെ വലിയൊരു മലയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു പൂളില് കിടക്കുമ്പോ ഓപ്പോസിറ്റ് നല്ല മലകളും കാണാനായിട്ട് പറ്റും. നല്ലൊരു പ്രൈവസി ഉള്ള സ്ഥലം. അതാണ് കേട്ടോ ഇവിടെ ഏറ്റവും നല്ല പ്രത്യേകത. ആരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പോ കിളികളുടെയും ചീവീടിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ചുറ്റിനും മരങ്ങളും കാടാണ് ശരിക്കും ചുറ്റിനും. ഇതാണ് നമ്മുടെ, അതെ. അതിനകത്തേക്കൊക്കെ പിന്നെ റൂം കാര്യങ്ങൾ കാണിച്ചു തരാം. കോട്ടേജിന്റെ റേറ്റ് ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മളങ്ങനെ വലിയ റേറ്റിന്റെ ഒന്നും പിടിക്കുന്നില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകളാണ് നമ്മൾ നടത്തുന്നതെല്ലാം. സാധാരണക്കാർക്ക് പോയി താമസിച്ച് ഇതുപോലെ വരാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിൽ. വൈകിട്ട് നമ്മൾ ഇവിടുന്ന് ആനക്കുളം പോണെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ. അത് മൊത്തം ഇവിടം വരെ എന്നല്ലേ പറഞ്ഞു. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ കൂടുതലും ആളുകൾ മാങ്കുളത്ത് വരണത് അല്ലെ, ട്രെക്കിംഗ് ആണ് അധികോട്ട. വരണ വഴിക്ക് എത്രയാണെന്നറിയോ, കുറേ ജീപ്പുകള്. ട്രെക്കിംഗ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ. നമ്മളെപ്പോഴേ ഈ ജോലി തിരക്ക് കാര്യങ്ങള് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഇതുപോലെയുള്ള യാത്രകളും കൂടി നടത്തണം കേട്ടോ. ഒരുപാട് നമ്മളെ ഓരോ യാത്രകളും എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓർമ്മകളും അറിവുകളും ഒക്കെ തരണതല്ലേ. അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് വെക്കേഷൻ, അവർക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ നമ്മളുടെ കൂടെയുള്ള സമയം ഓർത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഇനിയിപ്പോ അവര് പെട്ടെന്ന് വലുതായി ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. അപ്പം ഇതൊക്കെ നല്ലൊരു ഓർമ്മകളായിരിക്കും. നല്ലൊരു ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള യാത്രകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുക. ഇതാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു റിസോർട്ട്. ഇന്നിപ്പോ ഇതിലൊന്നും ആളില്ലാന്ന് തോന്നുന്നു, അതോ വൈകിട്ടായിരിക്കും അവരെത്തിയിട്ടുള്ളൂ. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 മണി, ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 11 AM രാവിലെ കേട്ടോ. അപ്പോ ഞങ്ങളിതേ ഇപ്പൊ പൂളിന്റെ അടുത്തായിട്ട് വന്നേക്കാണ്. കുട്ടികള് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ഒരു ചാറ്റൽ മഴയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പൂളിൽ നിന്ന് നോക്കിയാലുള്ള നല്ല വ്യൂ ആണ് കേട്ടോ. തൊട്ടപ്പുറേ ആ ഒരു മലയും. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ വെള്ളത്തിന്?
എവിടെ കേക്കണില്ല അല്ലെ? തണുപ്പുണ്ടോ? ഇനി ഇവിടുന്ന് ഇതേ പോകുമ്പോ തൊട്ട് താഴെ ഒരു പുഴയുണ്ട് കേട്ടോ. നമുക്ക് ആ പുഴയുടെ അവിടേക്ക് ഒന്ന് പോകാം. ഇത് കൊള്ളാലോ, അടിപൊളി. നിങ്ങൾ അവിടെ കിടന്നോ? അതെ അതെ, താഴെ നല്ല രസമുണ്ട്, ഒരു പുഴയുണ്ട്. എന്തായാലും ഉണ്ടല്ലോ, ഈ ഒരു റേറ്റിന് അടിപൊളിയാണ് ഈ ഒരു. അതെ ശരിക്കും അതൊരു പൂൾ വില്ല അല്ലേ? ഇത്രയും ഒരു പ്രൈവസിയോട് കൂടിയിട്ട്. ഫുഡിന്റെ കാര്യം നമുക്ക് രാത്രി പറയാം. രാത്രിയിലത്തെ ഫുഡും നാളെ ബ്രേക്ക്ഫാസ്റ്റും ആണ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ ഇവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. നല്ല മഴയായിട്ടോ. എല്ലായിടത്തും ഈ ഒരു നേരമാകുമ്പോ ഇപ്പൊ വൈകിട്ട് ഈ ഒരു മഴ സമയം ആയി കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ നമ്മളെങ്ങനെയാ പുഴയുടെ അവിടം വരെ ഒന്ന് പോവാ? അവിടെ രണ്ടുപേര് വെള്ളത്തില് മഴ നനഞ്ഞ് ഭയങ്കര കളി കുളി. ഇവിടെ ഒരാള് മഴയെ കണ്ട് ആസ്വദിച്ച് താഴെ. ഒരാള് കൊട കിട്ടി. നമ്മുടെ കൂടെ നല്ല മഴ അല്ല, നല്ല മഴയല്ലേ? അവരുടെ കൂടെ കിട്ടി. ആ പൊരിഞ്ഞ മഴയത്തും രണ്ടു പേരും അവിടെ. എന്തിനും കാണിക്കട്ടെ, ഒരു കണക്കിന് മഴയും കാര്യങ്ങളും വെയിലും എല്ലാം കൊള്ളണം, എല്ലാം അറിയണം. അങ്ങനെ ഒരു കാലം കൊടയൊക്കെയാണ് കിട്ടിയേക്കണേ നമുക്ക്. ഇത് എവിടുന്ന് കൊട കിട്ടിയ നിനക്ക്? ഞാൻ ദേ ഇവിടെ ചോദിച്ചു, നമ്മുടെ കൂടെ ബാഗിൽ ഇരിക്കല്ലായിരുന്നോ? അപ്പൊ ഞാന് ഇവിടെ ആ ഫുഡ് ഉണ്ടാക്കുന്ന അവരുണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചു. അവരുടെ കൊടയാണിത്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രേം ഈ ഒരു കോട്ടേജ്. ഇനിയിപ്പോ വേറെ ആരും ഇതുവരെ വന്നിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള റിസോർട്ടൊക്കെ ഫില്ല് ആവുമായിരിക്കും. ഇവര് തന്നെ നമുക്ക് ആനകൾ വരുന്ന ടൈം കണ്ട് ആനക്കുളത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്ര നമ്മൾ 4 പേർക്ക് അല്ലേ? 500 രൂപ. നോക്കാം. ഇത് കൊള്ളാലോ, സൂപ്പറാണ് കേട്ടോ. അയ്യോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ. ഓ അടിപൊളി. താങ്ക് യു യൂണിവേഴ്സ്. അയ്യോ ശരിക്കും ഏകദേശം ശരിയാണ്. വെള്ളത്തിന് തണുപ്പ്. അതെയാ, ഒന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടോ. നല്ല ഉരുളൻകല്ലുകള്. തണുപ്പുണ്ട്, സ്വാഭാവികം. ഇവിടെയൊക്കെ ഉണ്ടാവില്ല. ഇവിടെ ഒരു പാലം ഉണ്ടല്ലോ. ദേ അവിടെ ഒരു പാലം. ഈ കല്ലിനെ വഴുക്കലുണ്ട് കേട്ടോ. നോക്കി ശ്രദ്ധിച്ച് ആവാം. പക്ഷെ രസാണ് കേട്ടോ. അപ്പുറ കാടല്ലേ ശരിക്കും? കാട്. ഉഗ്രൻ, അടിപൊളി കേട്ടോ. അധികം നമ്മള് പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കുന്നതെല്ലാം ഇതുപോലെ പ്രകൃതി ഭംഗിയുള്ള മല, കാട് അല്ലേ? പ്രകൃതി ഭംഗിയാണ്, പക്ഷെ ഭംഗിയല്ല, ഭംഗി അല്ല. ശരിക്കും ഒരുപാട് ആൾത്തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളിടത്തു നിന്നും ഇതുപോലുള്ള സ്ഥലങ്ങള്, അയ്യോ ഇത് പറയുമ്പോഴാ പാവങ്ങളല്ലേ, അവിടെയും ഇതുപോലെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിൽ പോയതല്ലേ. ഇവിടെ വരുന്നവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെക്കിംഗ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴേ റിസോർട്ടുകാർ പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് 2 മണിക്ക് പോയിട്ട് വൈകിട്ട് 7 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തിക്കാവുന്ന രീതിയിൽ ട്രെക്കിംഗ് ഒക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് ഉണ്ടല്ലോ, അവർക്ക് ഈ പറഞ്ഞ പൂൾ കണ്ടിട്ട് തന്നെയാണ്, അവർക്ക് പൂളിൽ കുറെ സമയം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ നമ്മൾ ട്രെക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം കഷ്ടത്തിലാവൂലോ എന്ന് വെച്ചിട്ട് അവര് എൻജോയ് ചെയ്യട്ടെ, അവര് കുറെ സമയം പൂളിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൽക്കാലം ട്രെക്കിംഗ് ഒഴിവാക്കി. ആരാണ് ഇറങ്ങണത് നോക്കിയേ. ഞാൻ അങ്ങോട്ട് വരട്ടെ?
ഞാനിവിടെ ഞാൻ നിലത്തിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? ഞാൻ നിലത്തിരിക്കട്ടെ. ഇതിനെ കയറാൻ ഞാൻ പൊങ്ങി പൊങ്ങി കിടക്കും. ഈ ഒട്ട പക്ഷി കിടക്കണ അങ്ങനെയും നടക്കണം. ഇവിടെ ഞാൻ അമ്മയെ പിടിച്ചോളാം. സ്റ്റെപ്പിൽ നമ്മള് പിടിച്ചുപിടിച്ച് കയറണം ഇങ്ങനെ. അത് വേണ്ട. അങ്ങനെ സമയം ഇപ്പം സന്ധ്യയായി. നല്ല തണുപ്പ് ഉണ്ട്. ഈ ഒരു സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മലയുടെ മുകളിലൊക്കെ കോടയൊക്കെ വന്ന് തുടങ്ങി. അപ്പൊ ഞങ്ങൾ പതുക്കെ ആനക്കുളം പോകാനുള്ള പദ്ധതിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി വെച്ചു കേട്ടോ. കാരണം അവര് പറഞ്ഞ വൈകിട്ട് തുടങ്ങിയിട്ട് അവിടെ നിന്നിട്ട് ആനയൊന്നും തന്നെ വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. കാരണം നല്ല മഴയല്ലേ. അപ്പൊ പിന്നെ അവര് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ കോട്ടേജിന്റെ മുമ്പില്, നമ്മുടെ എന്നല്ല ഇവിടെ തുടങ്ങി ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ്. നല്ല രസമാണ്. ഈ സമയം വരേക്കും ഈ ഒരു കോട്ടേജില് ഞങ്ങളൊരു ഫാമിലി മാത്രമാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളൂ. രാത്രി ആവുമ്പോഴത്തേക്കും കുറച്ച് പേരും കൂടി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു. ഇത് കണ്ടോ, ഇവിടെ ഒരു പനിനീർ ചാമ്പ അല്ലേ? പനിനീർ ചാമ്പ അല്ലേ പ്രേം? ഇതുണ്ടോ ഇതിൽ ഉണ്ടായിട്ടുള്ളത്? ഇതിപ്പോഴാണ് കണ്ടുപിടിച്ചത്. കുറേ കാഴ്ച ഇങ്ങനെ കിടക്കുന്നുണ്ട്. പേരയ്ക്ക, മാങ്ങ, ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് പനിനീർ ചാമ്പങ്ങ. ഇതിന് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ ഇങ്ങനെ പേര് പറയണേന്ന് നോക്കൂട്ടോ. അത് പനിനീർ ചാമ്പങ്ങ, സാധാരണ ചാമ്പങ്ങ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും. അതെ അതെ അതെ. ഇവിടെ റംബൂട്ടാൻ. പക്ഷെ റംബൂട്ടാൻ പഴുത്തിട്ടില്ല. അത് ഇതിൽ കാണാൻ പറ്റുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? നിറയെ കോട ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല തണുപ്പാണ്. അതിപ്പോ എന്റെ ഒരു വേഷം കാണുമ്പോ തന്നെ മനസ്സിലാവും. അത് മാത്രമല്ല കേട്ടോ, അതേ മൾബറി. മൾബറിക്ക പഴുത്തുണ്ടോ? പഴുത്തതുണ്ട് കുറേശ്ശെ. കുഞ്ഞെ മൾബറിക്ക വേണോ? മൾബറിക്ക. അതെ, ഇത് നീ കണ്ടിട്ടുണ്ടോ? പനിനീർ ചാമ്പങ്ങ. അയ്യോ. അങ്ങനെ ഞങ്ങള് കോടയൊക്കെ കണ്ട് നടന്ന് ഇപ്പൊ ദേ വീണ്ടും നമ്മുടെ പൂളിന്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ലൈറ്റ് എല്ലാം വിട്ട് കണ്ടോ. രാത്രി ഗസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫുള്ളും ഫാമിലി വരും എന്നാണ് ഇവര് പറഞ്ഞത് കേട്ടോ. നൈറ്റിലേക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ നല്ല ഒരു ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ദേ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ. വീണ്ടും മഴ വരണുണ്ട്. മഴയാണ് നമ്മുടെ ആനക്കുളം യാത്ര ക്യാൻസൽ ചെയ്യാനായിട്ടൊരു കാരണം വന്നത്. നല്ല മഴയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ മഴയത്ത് പോയി അവിടെ നിന്നിട്ടും കാര്യമില്ല. കാരണം മഴയത്ത് ഇന്നലെയും ആന ഉണ്ടായിരുന്നില്ല, ഇന്നും ഇതുവരേക്കും വന്നിട്ടില്ല. ഇനി ഇൻ കേസ് വരികയാണ് എങ്കിൽ നമ്മളെ അറിയിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ രാത്രിയിൽ അന്നേരത്തേക്കും കുട്ടികളെ തന്നെ ഇട്ടിട്ട് അവര് ഉറക്കാവും അപ്പോഴേക്കും. അപ്പൊ നമ്മള് ഇന്നുള്ളത് ഈ റിവർലാൻഡ് കോട്ടേജിലാണ്. ഇതില് പ്രൈസ് നമുക്ക് വന്നിട്ട് നമ്മുടെ കോട്ടേജിന്റെ 3000 കേട്ടോ. അത് ഓരോ സീസൺ അനുസരിച്ച് മാറും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പൊ ഈ ബാക്കിൽ കാണിച്ചിരിക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ AC ഇല്ല. ചെറിയ ഹട്ടായിട്ടുള്ള ആ ഒരു എ-ഫ്രെയിം കോട്ടേജ് ഇല്ലേ, അവിടെ എല്ലാത്തിലും AC ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നിലും TV ഇല്ല കേട്ടോ. വൈഫൈ ഫ്രീ ആയിട്ടുണ്ട്, TV ഇല്ല. അപ്പോൾ അതൊരു ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ. പക്ഷെ ടിവിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ പേഴ്സണലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് അത്രയും പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ എത്തണ ഒരു ഫീലില്ലേ, അതേപോലെ നമുക്ക് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഇത്.
പിന്നെ ഇവിടുത്തെ ഇവരുടെ സർവീസ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഫുഡാണെങ്കിലും എന്ത് കാര്യത്തിനും വിളിച്ചാൽ ആ ഒരു ഭയ്യ, ആള് കൊൽക്കത്തക്കാരനാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പരിചയപ്പെട്ടപ്പോൾ. ഫുഡിനാണെങ്കിലും എന്ത് കാര്യത്തിനാണ് എങ്കിലും എപ്പോൾ വിളിച്ചാലും അവർ വരും. അതുപോലെ നീറ്റാണ് കേട്ടോ, സ്ഥലമെല്ലാം നീറ്റാണ്. പ്രധാനമായിട്ട് ഈ ഒരു ശാന്തത, അതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇനിയിപ്പോ രാത്രി 8 മണിയോടുകൂടി നമ്മൾ ഫുഡ് കഴിക്കുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കാര്യം. ഇവിടെ ചിലപ്പോ ഞങ്ങൾ ആനക്കുളത്ത് പോവുമായിരിക്കും കേട്ടോ, ഉറപ്പൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ നൈറ്റ് ഒരു 8 മണിയോട് കൂടിയിട്ട് അവര് ഫുഡ് കൊണ്ടുവരും. നമ്മൾ ചപ്പാത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. നാളെ രാവിലെ 8 മണിയോട് കൂടി നമ്മൾ നേരെ മൂന്നാർക്കാണ് പോകുന്നത്. അവിടെ 12:30 KSRTCയുടെ തന്നെ ഡബിൾ ഡെക്കർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, സൈറ്റ് സീയിങ്ങിനായിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് നാളത്തെ കാര്യം നാളെ തന്നെ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഈ ഒരു മലയുടെ മുകളിൽ കോട പൊങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ, നല്ല ഭംഗിയാണ്. അതുപോലെ എടുത്തു പറയത്തക്ക എനിക്കത് വീണ്ടും വീണ്ടും ഇവിടുത്തെ ആ ഒരു സർവീസ് കേട്ടോ. ഭയ്യ പറഞ്ഞതാണ് നിങ്ങൾ മുകളിലൊക്കെ പോയി അതൊക്കെ ഒന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു റിസോർട്ടും കാര്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളും എല്ലാം. ഇനി മൂന്നാർ വീഡിയോയായിട്ട് മൂന്നാർ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.